ഒരു സെറ്റ് ഓഫ് ആളുകളുടെ ബ്രെയിനിനകത്തേക്ക് ഈ പറഞ്ഞ പേഴ്സൺ ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, എത്രത്തോളം ഇമോഷണലി ആളുകളുടെ ഒരു സെറ്റ് ഓഫ് ആളുകളുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു ടേമിനാണ് ശരിക്കും ബ്രാൻഡ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ബിസിനസ്സിലേക്ക് കടക്കുന്ന സമയത്ത് ആ ബിസിനസ്സിനെ ബ്രാൻഡാക്കി മാറ്റാൻ ആവശ്യമുള്ള കാര്യങ്ങൾ പ്രീ പ്ലാൻ ചെയ്യുകയും അത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ ബ്രാൻഡിങ്. അപ്പൊ അതിന്റെ ഒരു ചെറിയ പാർട്ടായിട്ട് ലോഗോ വരും, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരും. ലോഗോ വരും, അതിന്റെ ടൈപ്പോഗ്രഫി വരും, കളർ തീമുകൾ വരും, അതിന്റെ ഫോട്ടോഗ്രാഫി ഗൈഡ് ലൈൻസ് വരും, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വരും. ഇതൊക്കെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഡിസൈൻ ആസ്പെക്റ്റിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ വിഷ്വൽ ഐഡന്റിറ്റി സിസ്റ്റം എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. വിഷ്വൽ ഐഡന്റിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞത് ബ്രാൻഡിങ്ങിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. ആ ഒരു ബിസിനസ് ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് ആളുകളുമായിട്ട് കണക്റ്റഡ് ആവണം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പൊ അതിനെ എങ്ങനെ ആയിരിക്കും, എങ്ങനെ ഏത് തരത്തിലാണ് ആവേണ്ടത് എന്നുള്ള ഒരു പ്രീ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇത് വരേണ്ടത്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ബ്രാൻഡിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരെ